സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെയാണ് സബ്സിക്വൻറ്റ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിടത്ത് ഡാമേജ് വന്നു. ഇനി അതിന് അപ്പം നമ്മൾ പലപ്പോഴും വലിയ മേജർ സ്ട്രോക്കൊക്കെ ആണെങ്കിൽ ഒരു സൈഡ് തന്നെ തളർന്നു പോയിട്ടുണ്ടാകും, സംസാരത്തിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും, കാഴ്ചയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇമ്മീഡിയറ്റ് എന്താ ചെയ്യാൻ നോക്കുന്നത്, അവിടെ എന്താണ് റിലീഫ് കൊടുക്കാൻ പറ്റുക, അതാണ് എമർജൻസി കെയർ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറയും. ആദ്യത്തെ 3 മണിക്കൂർ ടു 24 അവേഴ്സ് ഗോൾഡൻ അവേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മളൊരു രക്തക്കുഴലിൽ മിക്കവാറും നമ്മളെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്കിലാണെങ്കിലും നമ്മളുടെ ഈ രക്തക്കുഴലുകളിൽ നമുക്ക് മുഖത്തൊക്കെ ചെറിയ ചെറിയ പിമ്പിൾസ് വരികയല്ലേ, മുഖക്കുരു എന്ന് പറയുകയല്ലേ, അതിൽ നമ്മൾ കാണാറില്ലേ ഒരു കൊഴുപ്പ് ആണ് അതിനകത്ത് അടിഞ്ഞിട്ട് അത് പുറത്തേക്ക് പൊട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ രക്തക്കുഴലിൽ ചെറിയ ചെറിയ ഈ കൊഴുപ്പടിഞ്ഞ് ഇതുണ്ടാവും, അത് പൊട്ടും. അതായത് അതിനകത്ത് ലീക്ക് ചെയ്ത് ഈ കൊഴുപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ അവിടെ അതിനപ്പം എന്തെങ്കിലും ഒരു അബ്നോർമൽ സാധനം വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് അവിടെ ബ്ലോക്ക് ചെയ്തൊരു ക്ലോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ബ്ലോക്ക് ചെയ്തൊരു ക്ലോട്ടായിട്ട് അപ്പം അവിടെ അതവിടെ അതിനെ പൊതിയും. അപ്പോൾ പൊതിയാൻ വരുന്നത് ഈ RBCസും പ്ലേറ്റ്ലെറ്റും, ആദ്യം പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും വരുന്നത്, പ്ലേറ്റ്ലെറ്റും ഫൈബ്രിനും RBC എല്ലാം കൂടെ വന്നൊരു ക്ലോട്ടായി മാറും. അപ്പോൾ ഈ ഇങ്ങനെ വന്നിരിക്കുന്ന അത് ക്ലോട്ട് അങ്ങ് ബ്ലോക്ക് പിന്നെയുള്ള ആ രക്തക്കുഴൽ തന്നെ അങ്ങ് അടഞ്ഞു പോകും. അങ്ങനെ ഹാർട്ടിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരും, ബ്രെയിനിൽ അങ്ങനെ വരുമ്പോൾ സ്ട്രോക്ക് വരും. അപ്പോൾ ഈ ക്ലോട്ട് അവിടെ വന്നിട്ടുണ്ടല്ലോ, ആ ക്ലോട്ടിനെ അലിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഹാർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ചെയ്യാനായിരുന്നു. ഇപ്പം ക്ലോട്ട് പ്ലസ്റ്റർ എന്ന് പറയും. പിന്നെ അതുപോലെ ഈ ഹാർട്ടിനകത്ത് നമുക്ക് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. ഹാർട്ടിൻ്റെ ബീറ്റ് ഇറഗുലറായിട്ട് ഈ ഹാർട്ടിനകത്ത് തന്നെ രക്തം കട്ടയാകും. എന്നിട്ട് നമ്മൾ ഹാർട്ടിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആ പമ്പ് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലിലേക്ക് കയറി ആ ക്ലോട്ട് പോയാലും അതും പോയി ചെറിയ രക്തക്കുഴലിൽ പോയി അടിയും. അതും ഈ സ്ട്രോക്കിന് കാരണമാകും. അപ്പം ഈ കട്ടയായ രക്തക്കട്ട അലിയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം ചെറിയതൊക്കെയാണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്തൊരു ഇഞ്ചക്ഷനുണ്ട്, അത് തന്നെ 2-3 ടൈപ്പ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ അതിനെ അലിയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതാണ് ഗോൾഡൻ അവറിൽ ഒന്ന് വരുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.